ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, ഇവിടെ കൂടിയിരിക്കുന്ന അധ്യാപകരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഏതാണ്ട് 34 ദിവസങ്ങളായിട്ട് മുനമ്പം ദേശവാസികളുടെ ഹൃദയമിടിപ്പ് എന്തെന്ന് മനസ്സിലാക്കുന്ന ഒരു കൊച്ചു ഇടവകയാണ് പാലാരൂപതയിലെ കുന്നോന്നി ഇടവക. നിങ്ങളുടെ ഓരോ വികാര വിചാരങ്ങളും മനസ്സിലാക്കിയാണ് ഇന്ന് പ്രഭാതത്തില് ഞങ്ങളെ കുന്നോന്നിയിൽ നിന്നും ഇങ്ങോട്ട് യാത്ര തിരിച്ചത്. ഒത്തിരി ദുഃഖമുണ്ട്. അതോടൊപ്പം തന്നെ മുനമ്പത്ത് സംഭവിക്കുന്ന ഈ കാര്യങ്ങള് നാളെ ഇന്ത്യയില്, കേരളത്തില്, മറ്റ് പല സ്ഥലങ്ങളിലും സംഭവിക്കും എന്ന ഒരു ചിന്ത ഞങ്ങളെ അലട്ടുന്നു. മുനമ്പം ദേശത്തിന്റെ ദുഃഖം, അല്ലെങ്കിൽ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന തീരാവേദനകള് കേരളത്തിലെ ഓരോ മനുഷ്യന്റെയും ഹൃദയവേദനയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് വഖഫ് എന്ന് പറഞ്ഞാല് ദൈവത്തിന് കൊടുത്തത്. ഞാൻ ചിന്തിക്കുകയാണ്, ദൈവം ഇത്ര ക്രൂരനാണോ? കാരണം ദൈവത്തിന് എന്തെങ്കിലും നമ്മൾ കൊടുത്തു കഴിഞ്ഞാല് ദൈവം നമ്മളെ തിന്നാനും കുടിക്കുവാനും ഇല്ലാതെ തള്ളിക്കളയുന്നവനാണോ? അവൻ വസിക്കുവാനായിട്ട്, തലചായ്ക്കുവാനായിട്ട് ഒരു ഇടം കൊടുക്കാത്തവനാണോ? അങ്ങനെയുള്ള ഒരു ദൈവമാണോ നമുക്കുള്ളത്? തീർച്ചയായിട്ടും അല്ല. ദൈവം സൃഷ്ടിച്ച ഓരോ വ്യക്തിയെയും സംരക്ഷിക്കുന്നവനാണ്. തീർച്ചയായിട്ടും ആ വലിയ ദൈവവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെ ഓരോ മനുഷ്യനും ജീവിക്കുന്നവനാണ്, ഓരോ വിശ്വാസിയും ജീവിക്കുന്നവരാണ്. ഇവിടെ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ അത് ഒന്നും പ്രശ്നമല്ല. പക്ഷേ ഈ മുനമ്പത്തെ നിവാസികൾക്ക് സംഭവിച്ചത് നാളെ ആർക്കും സംഭവിക്കരുത്. കാരണം നമ്മൾ ഒരു ജനായത്ത ഭരണത്തിൽ വിശ്വസിക്കുന്നവരാണ്, ഒരു സർക്കാരിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ പ്രതിപക്ഷമോ അല്ലെങ്കിൽ ഭരണപക്ഷമോ ഇന്ന് ഈ മുനമ്പൻ ജനതയുടെ കൂടെ ഇല്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ കാര്യമാണ്. കേരളത്തിലെ ഈ ഓരോ ജനതയുടെയും ഒരു ആഗ്രഹം ഇവിടെ സമാധാനം സംസ്ഥാപിക്കണം. ഇവിടുത്തെ ജനതയ്ക്ക് ജന്മാവകാശമായിട്ടുള്ള ഭൂമിയുടെ അവകാശം കിട്ടണം. ഇവിടെ ജീവിക്കുവാനായിട്ട്, മരണം വരെ ജീവിക്കുവാനായിട്ട്, ജീവിച്ച അവസാനം ഇവിടെ അന്തിയിറങ്ങുവാനായിട്ട് അവസരമുണ്ടാകണം. അതിന് തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട്, പിന്തുണയുണ്ട്. പാലാരൂപതയിലെ കുന്നോന്നി ഇടവകയിലെ ഓരോ വിശ്വാസിയും പ്രാർത്ഥിക്കുന്നു. ഇവിടെ നല്ലൊരു നാള് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.